ഇത് ഈ പൊള്ളൽ കണക്ക് ഇങ്ങനെ വന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 10-200 കൊടിയുള്ളതാണ്. ഇതിങ്ങനെ ഈ പൊള്ളലിങ്ങനെ വടാന്ന് എല്ലാ കൊടിയിലും കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് ഭയന്നു പോയി. കൂട്ടത്തിൽ ഇതിൻ്റെ താരം വന്ന് ഈ മഴയുടെ ഇതുകൊണ്ട് അങ്ങ് പൊഴിച്ചിൽ. ഞാൻ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞു തന്നു. നമ്മളവിടെ മടിച്ചില്ല, ഇതെല്ലാം പുഴു തിന്നോണ്ട് പോയി. അപ്പം അതൊരു ഭയങ്കര ശല്യമാണ്. നമ്മൾ കുമ്പുക്കൽ ഒരു 40 കിലോ പറിക്കുന്നവൻ 40 കിലോ ഒരുത്തം പറിക്കുമെങ്കിൽ ഇത് 60 കിലോയും പറിക്കും. പിന്നെ തണലിലും കായ്ക്കുന്ന കൊടി ഏതാണെന്നാണ് എൻ്റെ അടുത്ത് ഒരുപാട് കർഷകർ ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു മറുപടി പറയാണ്. കരിമുണ്ടയൊക്കെ പൊള്ളുകൊണ്ടിന് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ ഈ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയാണെങ്കിൽ അതുകൊണ്ട് ഒരു എണ്ണമയം കണക്ക് ഉണ്ട് കൊടിയുടെ. ആ ഒരു ഇത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ. അതടിച്ചതിന് ശേഷം അല്ലേ? ഇത് ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു അറിവ് കർഷകരിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ. 400 ഇട്ടാൽ മതി. ഈ 800ന്റെ ഗുണം അത് ചെയ്യും. അതാണ് അതിന്റെ ഗുണം. അപ്പം പകുതി വളം മതി, നല്ല ആരോഗ്യവാനായിരിക്കും. പിന്നെ നമ്മളെ സംരക്ഷണവും കൂടെ നമ്മൾ കൃത്യമായിട്ടൊക്കെ ചെയ്താൽ നമുക്ക് സ്വപ്നതുല്യമായ വരുമാനം കിട്ടും. കൈരളി തോട്ടത്തിൽ, കൈരളി കൊടി ചെയ്തിരിക്കുന്ന തോട്ടത്തിൽ മുളക് പറിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ 50 മുതൽ 60 കിലോ മുളക് വരെ പറിക്കാം. കൂടുതൽ കായ്ക്കുന്ന കൊടിയിൽ ക്ഷീണം കൂടും. കൂടുതൽ കായ്ഫലമുള്ള കൊടിയിൽ ക്ഷീണം കൂടും ചെടിക്ക്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, ഭയങ്കര ചോലയ്ക്കകത്ത് തെറ്റില്ലാത്ത വിളവരി കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ചുമ്മാ കരവും കൊടുത്ത് ഭൂമി ഇങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കരിമുണ്ട നല്ല കൊടിയാണ്. കരിമുണ്ടയ്ക്ക് നീളം കുറവെന്നേ ഉള്ളൂ, അത് പണിക്കൂലി കൂടും. അതാണ് കരിമുണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൊടിയാണ് കരിമുണ്ട എന്ന് പറഞ്ഞാൽ. നല്ല എല്ലാ കൊല്ലവും കായ്ക്കും, വേറെ കുറെ ഒരേപോലെ തന്നെ കായ്ക്കും. പിന്നെ പൊള്ളുകൊണ്ടിന്റെ ശല്യമൊക്കെ അവനകത്ത് കൂടുതലാണ്. അതിന്റെ ഈ മുളകിന്റെ ടേസ്റ്റ് കൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ.